ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞച്ചാർ. അതിനായിട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കണത്. എനിക്ക് ബീട്രൂട്ട് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീട്രൂട്ട് എടുത്തിട്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് ഞാൻ നല്ലെണ്ണ കോരി ഒഴിക്കി നല്ലെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ആ എണ്ണയിൽ ഇതൊക്കെ ഒന്ന് പറ്റി പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ്. ഈ വെളുത്തുള്ളിയും ബീട്രൂട്ടും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ഇത് കടിക്കുമ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളില്ലേ, എന്ത് വെന്തില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു. എന്നിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ കുറച്ചിട്ട്, പിന്നെയുള്ളതൊക്കെ തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. തീ കുറച്ചിട്ടിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനതിലേക്ക് ഉലുവയും കായും കൂടി വറുത്തത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് തീ ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നേരിയ ചൂടക്കാറി നേരിയ ചൂടോടുകൂടി കുറച്ച് സോർക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ശരിക്കും സെറ്റാവും.